ശേഷമാണ് നല്ലപോലെ. പിന്നെ അടിപൊളി അതാണ് മമ്മൂക്കയുടെ സ്റ്റൈലാണ് നമുക്ക് അത് ഇന്റർവ്യൂവിൽ കഴിഞ്ഞിട്ടുള്ള മമ്മൂക്കയുടെ സ്റ്റൈലാണ് അടിപൊളി സ്റ്റൈൽ ആണ്. അദ്ദേഹത്തിനോട് ഞാൻ കറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ പറഞ്ഞത് തന്നെയാണിത്. നല്ല പിന്നെ ആറാട്ടണ്ണൻ്റെ വരവ് ഒരു അന്നന്നര വരവായിരുന്നു. അതെല്ലാവർക്കും ഒരു കോമഡിയായിട്ട് ഫീൽ ചെയ്യും. നല്ല സിനിമയാണ്, അടിപൊളി സിനിമ, അടിപൊളി. മമ്മൂട്ടി ഫാൻസാണ്, എന്നിട്ട് പോലും എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അത്രയും തല്ലിപ്പൊളി ക്ലൈമാക്സും നല്ല തല്ലിപ്പൊളി ഒരു ഇതുമാണ്. പടം കാണാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. അത് എന്നോട് പറയുന്നത് ബാക്കി ഒരുപാട് ആളുകൾ സീറ്റ് കിട്ടാതെ പോയിട്ടുണ്ട്. അവരുടെ കാര്യം പറയുന്നത് ഇവർ പി ആർ എല്ലാവർക്കും ബുക്ക് ചെയ്ത് ഇവിടെ സീറ്റ് കിട്ടാതെ ഒരുപാട് ആളുകൾ വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ 2 റോ ഫുള്ളായിട്ട് ബാക്കിയാണ്. പടം ഇതാണ്, വെറും ഡിസാസ്റ്റർ പടമാണ്. അതിനപ്പുറം പടം പോകില്ല. ചേച്ചി പടം എങ്ങനെയായിരുന്നു? ബാക്കികളില്ല. മമ്മൂക്ക വാസ് ദി ബെസ്റ്റ്. കൂടുതൽ പറയാൻ പറ്റില്ല. എന്തിലെ ക്ലൈമാക്സിലൊക്കെ എന്താ പറയുക, മമ്മൂക്ക ഇത് പൊളിച്ചടുക്കി. അത്രയും നമ്മൾ പ്രതീക്ഷിക്കില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. സോ മമ്മൂക്ക വി ലവ് യു ആൻഡ് ഇറ്റ് വാസ് സൂപ്പർ. ആൻഡ് ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ മമ്മൂക്കയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മമ്മൂക്കയുടെ ഒരു വെറൈറ്റി മൂവി ബസൂക്ക എന്ന് പറഞ്ഞൊരു ഗെയിം ചേഞ്ചർ റിലേറ്റഡ് കണ്ടന്റാണ് പറഞ്ഞു പോകുന്നത്. ഒരു 2K കിഡ്സിനൊക്കെയുള്ള മമ്മൂക്കയുടെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിലിമാണ്. ഗൗതം വാസുദേവൻ മമ്മൂക്കയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ കൊള്ളാം. ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് മമ്മൂക്ക വളരെ ഈസി ആയിട്ട് വളരെ നമ്മളിതുവരെ കാണാത്തൊരു സ്റ്റൈലിലാണ് മമ്മൂക്ക പ്ലേസ് ചെയ്തേക്കുന്നത്. അതാണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. പിന്നെ പടത്തിൽ ക്യാമറകളുണ്ട് കേട്ടോ, അതാണ് ഫസ്റ്റ് വാച്ച് എന്ന് പറയുന്നത്. ആറാട്ടണ്ണൻ സോ അത് മസ്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് കാണണം. ഓറ കൊള്ളാം, നല്ലോണം. എൻ്റെ ഒരു സ്റ്റൈലിഷ് പടമായിട്ടാണ് കണക്കൂട്ടുന്നത്. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. സെക്കൻഡ് നന്നായിട്ടുണ്ട്, ഇവരുടെ നന്നായിട്ടുണ്ട്. ഞാൻ മമ്മൂക്ക ഫാനായതുകൊണ്ട് ഓക്കെ, എനിക്കും ഓക്കെ. കണ്ടു നോക്കും, പടം കണ്ടു നോക്കും. തിയേറ്ററിൽ കാണണം ഈ പടം. തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു 35 മിനിറ്റ് വരെ നമ്മളിങ്ങനെ എന്താണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും. പിന്നെ അങ്ങോട്ട് ആ ലാസ്റ്റത്തെ 20 മിനിറ്റിൽ പടം വേറെ ലെവൽ. അത്രേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് കാണാം. നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഇതന്നെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ. കാണാം. പടം കുഴപ്പമൊന്നുമില്ല. ഇപ്രാവശ്യം അത് മമ്മൂക്കയുടെ വെറൈറ്റി പടം അങ്ങനെ പറയാം. മാസം അത്ര ഇതൊന്നുമില്ല, കിടക്കാച്ചി പടം. മമ്മൂക്കയുടെ സ്റ്റൈലും ഇത് ഇവരുടെ സ്റ്റൈലാണ് ഇതിൽ മെയിൻ ഉണ്ട്. പിന്നെ BGM ഇതൊക്കെ. ഇപ്രാവശ്യം വിഷു കയറും, ഡബിളൊക്കെ ലോ പോവില്ല, ഇതായിട്ട് കയറും. പിന്നെ എല്ലാ മോഡലേഷൻ വ്യത്യാസമുണ്ട്. കാരണം ബിഗ് പോലല്ലോ ഇത് സ്റ്റൈല് ഹോളിവുഡ് മോഡലൊക്കെ ഉണ്ട്. കാരണം ഇന്ന് വരെ മമ്മൂക്ക് ചെയ്തത് ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. എല്ലാവരും മസ്റ്റായിട്ട് ഈ തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണണം. പിന്നെ പറയുകയാണെങ്കിൽ BGM ഒക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ്. നല്ല രസമുണ്ട്. ഈ തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അതാണ് പടം ശരിക്കും ലിഫ്റ്റ് ചെയ്തത്. ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ആക്ഷൻ എല്ലാം ഉണ്ട്. വിഷു തൂക്കി. മമ്മൂക്കായെ ഇതുവരെ ഇങ്ങനൊരു രീതിയിൽ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ അടിപൊളി ഫൈറ്റൊക്കെ നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫൈറ്റൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും അയ്യോ പുള്ളിക്കാരൻ ഫുള്ള് ഫൈറ്റായിരിക്കും. പക്ഷേ ഇന്റർവ്യൂവിൽ കഴിഞ്ഞിട്ടാണ് കഥ വരുന്നത്. അടിപൊളി സ്റ്റൈലിഷാണ്. ആറാട്ടനെ കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് പുള്ളിക്കാരൻ നെഗറ്റീവ് പറയത്തില്ലെന്ന് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ എനിക്ക് ഈ ആളുടെ പേരറിയത്തില്ല, അണ്ണാന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അണ്ണൻ അടിപൊളിയായിട്ടുണ്ട്. വിഷു ബസൂക്ക തൂക്കി. അപ്പോൾ എല്ലാവരും കാണണം.
എൻ്റെ ബ്രദറിൻ്റെ സിനിമയാണ്. എൻ്റെ ബ്രദറാണ് ഡയറക്റ്റ് ചെയ്തത്, ഡീനോ ഡെന്നിസ്. ഞാനും എൻ്റെ അകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ഇത്രേ പറയാവുള്ളൂ.